വാനമ്പാടി രവീന്ദ്രമാഷ ആ. വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി പോരു കാടെല്ലാം പൂത്തു ഇങ്ങനെ അങ്ങോട്ട് പോകും. ഉഫ്. പിന്നെ ലാസ്റ്റ് സിനിമ ഞാൻ ഗന്ധർവൻ 3 പാട്ട്. ഏറ്റവും നിർണായകമായ പാട്ട് വേണ്ട എന്ന് തീരുമാനിച്ച് തിയേറ്ററിൽ കട്ട് ചെയ്തിരുന്നു. ഉം. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം പാട്ട് വളരെ സ്ലോയാണ്, അത് വളരെ ലാഗ് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടത് വേണ്ട രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്തില്ലെന്ന് ആലോചിക്കണം. എന്നിട്ട് പോലും പിൽക്കാലത്ത് ഏറ്റവും പ്രസിദ്ധമായ പാട്ടായി അത് മാറി. തിരുമനോഹരമായ പാട്ടാണ് ദേവി ദേവി ആത്മരാഗമേഘ കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയു ഗന്ധർവ വീണയാകൂ നീ ദേവി. അർത്ഥം പറയണം. ആത്മരാഗമേകാൻ കന്യാവനിയിൽ. ആത്മരാഗം, ആത്മം, എൻ്റെ ഹൃദയ അനുരാഗം പറയുന്നതിന് വേണ്ടി കന്യാവനിയിൽ സുഖദം കളഗാനമായി പകരാൻ, എൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ എന്താണ് പകരാൻ അണയൂ ഗന്ധർവൻ്റെ വീണയാകൂ എന്നാണ്. ഗന്ധർവ വീണയാകൂ നീ ദേവി എന്നാണ്. പിന്നെ പാലപ്പൂവേ നിൻ തിരുമംഗല്യ താലി തരൂ. അതൊരു വിമർശനം ഉന്നയിക്കാറുണ്ട്. ആരെങ്കിലും മംഗല്യത്താലി വേറൊരാളിനോട് ചോദിക്കുമോ എന്ന് ഒരു വിമർശനമുണ്ട്. നമ്മൾ അങ്ങനെ പാട്ടിനെ കൊല്ലരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിന് അടുത്ത വരി കേട്ടാൽ ആദ്യത്തെ എന്താണെന്ന് ക്ലിയറാണ്. മകരനിലാവേ നീ എൻ നീഹാര കോടി തരൂ എന്നാണ്. അപ്പം എനിക്ക് എൻ്റെ കല്യാണത്തിന് അണിയാനുള്ള താലി നീ തരൂ, കോടി നീ തരൂ എന്ന് നമുക്ക് എടുക്കാം. അതിന് ഒരു ഇളവൊക്കെ നമുക്ക് കൊടുക്കരുത്. അപ്പൊ അങ്ങനെ അതിലെ മനോഹരമായ 3 പാട്ട് അത് സിനിമയായിട്ട് ബന്ധപ്പെടുത്തി തന്നെ അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട്. മുത്തിനുള്ളിൽ ഒളിക്കും പൂമാരൻ, മുത്തിനുള്ളിൽ ഒതുങ്ങും പൂമാരൻ, മുത്തിനുള്ളിൽ ഒതുങ്ങും പൂമാരൻ കന്നിക്കൈകളിലേകി നവലോകങ്ങൾ. ഇങ്ങനെ ഇത് രസമാണ് ജോൺസൺ മാസ്റ്ററുടെ ഭയങ്കര പൊളിച്ച പാട്ടുകളാണ്. അപ്പോൾ അത് ശരിക്കും ഒരു ഗന്ധർവനായി എന്താണ് പത്മരാജൻ സാറിൻ്റെ ഒരു ഇമേജിനെ മാറ്റിയെടുത്തൊരു സിനിമ കൂടിയാണ്. അദ്ദേഹത്തെ ഒരു ഗന്ധർവനാക്കുന്നതൊക്കെ ഒരു പൈങ്കിളിവൽക്കരണമാണെങ്കിലും അങ്ങനെ ഒരു അഭൗമമായ ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറി. ഇപ്പം 34 വർഷങ്ങൾക്ക് ഇപ്പുറവും പത്മരാജൻ എന്ന് പറയുന്ന, നമ്മൾ ഒരു നരച്ച പത്മരാജനെ അങ്ങയുടെ മനസ്സിലുണ്ടോ? ഇല്ല ഇല്ല, വളരെ സുന്ദരനായിട്ടുള്ള ഇങ്ങനെ. അതെ അതെ, മറ്റുള്ളവരെയൊക്കെ നമുക്ക് നരച്ച രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും സങ്കല്പിക്കുകയും വേണമെങ്കിൽ എഐയിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ നരച്ച ഒരു പത്മരാജനെ ഈ സമൂഹവും അംഗീകരിക്കുന്നില്ല. അതാണ് പത്മരാജൻ സാറിന്റെ ശബ്ദം. ഇപ്പം ആകാശവാണിയിൽ ഞാനിത് തപ്പി നോക്കിയിട്ടുണ്ട് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ആ പാട്ടിനിടയിൽ, സീസണിലെ പാട്ടിനിടയിൽ പോയി വരൂ എന്ന് പറയുന്ന സാധനം പറയുന്നില്ലേ, അതിലാണ് ഞാൻ ആ ശബ്ദം ഐഡന്റിഫൈ ചെയ്യുന്നത്. കുറച്ചു കാലം ഞാനത് പറയാനൊക്കെ ശ്രമിക്കുമായിരുന്നു, എന്റെ ശബ്ദമായിട്ട് സിമിലർ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ പലരും അനുകരിച്ചിരുന്നു ആകാശവാണിയിൽ. അദ്ദേഹം ആ എന്താണ് ഉച്ചാരണം ആകാശവാണി ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് പറയുന്നത്. വാർത്തകളും അവതരിപ്പിച്ചിരുന്നു അദ്ദേഹം. പലരും പിൽക്കാലത്ത് അത് അനുകരിക്കാൻ നോക്കിയിരുന്നു. പക്ഷെ അനുകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സമീപനമാണ്, അല്ലെങ്കിൽ ശബ്ദ സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ. അതേപോലെയാണ് സാറിന്റെ സിനിമകൾ പലതും ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്നത്. ഇപ്പം ഞാൻ ഗന്ധർവനൊക്കെ തിയേറ്ററിൽ വീണുപോയ സിനിമ ആകുമ്പോഴും ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് വരെ കാണുന്ന സിനിമകളായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോഴും സംസാരിക്കാത്ത, ഇപ്പോൾ തൂവാനത്തുമ്പികളൊക്കെ നമ്മൾ ആവർത്തിച്ച് സംസാരിക്കുമ്പോഴും അരപ്പറ്റക്കെട്ടി ഗ്രാമത്തിൽ എന്ന് പറയുന്ന ഒരു ഏത് ഗണത്തിൽ പെടുത്തണമെന്ന് അറിഞ്ഞുകൂടാത്ത അത്രയും ഗംഭീര സിനിമയാണത്. അത് ഇന്ന് റിലീസ് ചെയ്യേണ്ട പടങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്ന് അത്തരത്തിലുള്ള ഒരുപാട് പടങ്ങൾ നമ്മൾ വേണ്ടത്ര നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ അന്ന് അത് കാണാതെ പോയോ എന്ന് സംശയം തോന്നുന്ന ഒരു പടമാണ് അരപ്പറ്റക്കെട്ടി ഗ്രാമത്തിൽ. പത്മരാജൻ സാറിന്റെ സിനിമകളെ കുറിച്ചുകൂടി സാർ ഒന്ന് പറയും. പല സിനിമകളുണ്ട്. അതിൽ അങ്ങ് പറഞ്ഞ സിനിമ വളരെ ശരിയാണ്. അത് അന്ന്
ഒരുപക്ഷെ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെടാതെ പോകാനുള്ള കാരണം അക്കാലഘട്ടത്തിൽ ഇത്രയും ഒരു സ്പർദ്ധ അന്ന് നിലനിന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു പ്രശ്നത്തിൻ്റെ രൂക്ഷത, സാമൂഹ്യ ബോധം ഇല്ലായ്മ, ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അന്നത് സ്വീകരിക്കപ്പെടാതെ പോയത്. പക്ഷേ ഇങ്ങനൊരു കാലം വരും എന്ന് അദ്ദേഹം പ്രവചിച്ചു എന്നുള്ളതാണ്, കടന്നു കണ്ടു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പത്മരാജൻ സാറിൻ്റെ പല സിനിമകളും കാലത്തിനപ്പുറത്തേക്ക് കണ്ടവയാണ്. ഇപ്പോൾ 84 വന്ന തിങ്കളാഴ്ച നല്ല ദിവസം, വൃദ്ധസദനമാണത്. ശാന്തി തീരത്തിലേക്ക് അമ്മയെ അവസാനം കൊണ്ട് ഉപേക്ഷിച്ച് പോന്ന, അതുമാത്രമല്ല അതിലെ മറ്റു പല ഇപ്പോഴത്തെ സാമൂഹിക പ്രശ്നങ്ങൾ അത് അഭിസംബോധന ചെയ്യുന്നുണ്ട് ആ സിനിമ. തറവാടുകൾ വിറ്റുപോകുന്നു, ഇത് വാങ്ങാൻ വരുന്നവരുടെ രീതികൾ, ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ വാങ്ങുന്നു. ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വളരെ വിദൂരമല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നതോ ഇപ്പോഴും നടക്കുന്നതോ ആയ ചില സംഭവങ്ങളാണ്. അതൊക്കെ കൃത്യമായി അങ്ങനെ വാങ്ങാൻ വരുന്നവരോട് ഈ വീട്ടുടമസ്ഥൻ്റെ അല്ലെങ്കിൽ തറവാട്ടുടമസ്ഥൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ പിൻതലമുറക്കാരുടെ ഒരു സമീപനം, ഇതൊക്കെ വളരെ വസ്തുതാപരമാണ്, വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. ഏറ്റവും ഒടുവിൽ ആ അമ്മയെ, അതായത് മരങ്ങളോടും കിളികളോടും ഒക്കെ നിഷ്കളങ്കയായ അമ്മയെ, അസംവദിച്ച് നടന്നിരുന്ന അമ്മയെ മറ്റൊരു പശ്ചാത്തലത്തിലേക്ക് മക്കളുടെ സൗകര്യാർത്ഥം മാറ്റി ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ കൊണ്ടുവന്ന് വിടുകയും അവർക്ക് ആ ഒരു ജൈവികമായ പരിസ്ഥിതികളോട് ചേരാൻ കഴിയാത്തത് കൊണ്ട് വിട്ടുപോവുകയും ചെയ്യുന്നു. ഈ സിനിമ വരുമ്പോൾ കേരളത്തിൽ വൃദ്ധസദനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥയോ, വൃദ്ധസദനങ്ങൾ എന്ന് പോലും, അല്ലെങ്കിൽ അങ്ങനെ എടുത്തില്ലെങ്കിൽ പോലും ഓരോ പഞ്ചായത്തിലും ഒരു പകൽ വീട് പദ്ധതിയുണ്ട് സർക്കാരിന്. എന്തിനാ? പ്രായമായവരെ കൊണ്ടുവന്ന് സംരക്ഷിക്കാൻ. രാത്രിയിൽ വേണമെങ്കിൽ അവരെ വീട്ടിൽ കൊണ്ടുവിടുമായിരിക്കും. അപ്പം അത്തരത്തിലേക്കൊരു നമ്മുടെ സമൂഹം മാറും, നമ്മുടെ ഒരു തലമുറ മാറ്റം ഉണ്ടാകും എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഞാൻ ഗന്ധർവൻ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകനോട് പല സഹപാഠികളും കണ്ടിട്ട് വന്നിട്ട് പരിഹാസത്തോടു കൂടി പറഞ്ഞെന്നാണ് പറയുന്നത്, ജീൻസ് ഇട്ട് നടക്കുന്ന ഗന്ധർവൻ, ലൂണായെ പോകുന്ന ഗന്ധർവൻ, ബേക്കറിയിൽ കിടന്ന് അടിയിടുന്നു, ഇതെന്ത് ഗന്ധർവനാണ് നിൻ്റെ അച്ഛൻ്റെ എന്ന് ചോദിച്ചതായിട്ടാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല അതിനെ എടുക്കേണ്ടിയിരുന്നത്. 2ാം വർഷ സുവോളജി വിദ്യാർത്ഥിനി ഭാമ ടൂറിന് പോകുമ്പോൾ ഒരു ബീച്ചിലിറങ്ങുമ്പോൾ കാലിൽ വന്ന് അടിക്കുന്ന ഒരു പ്രതിമയിൽ നിന്നാണ് അപ്പോൾ ആ കുട്ടിയോട് കൂട്ടുകാരാണ്ട് പറയുന്നു, ഇതിങ്ങനെ ഗന്ധർവൻ്റെ പ്രതിമ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മുത്തശ്ശി കഥയാണ്. അമ്മൂമ്മ പറഞ്ഞു കൊടുത്ത ഗന്ധർവൻ എന്ന് പറയുന്നൊരു സങ്കല്പം അതിൻ്റെ മനസ്സിൽ, അതിൻ്റെ റീക്രിയേഷനാണ് ഈ വരുന്നതല്ല. അപ്പോൾ ഒരു 18 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 17 വയസ്സുള്ള ഒരു കൗമാരക്കാരിയുടെ മനസ്സിലുണ്ടാകുന്ന കാമുക സങ്കല്പങ്ങളുടെ വൈവിധ്യതകളാണ് ഈ ഗന്ധർവൻ ഇങ്ങനെ പല രീതിയിൽ വരുന്നതായിട്ട്. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ മലയാളിക്ക് അന്ന് കഴിഞ്ഞില്ല. പക്ഷേ ഏതാണ്ട് 10-20 കൊല്ലത്തിനിപ്പുറം നന്ദനം വന്നപ്പോൾ അക്സെപ്റ്റൻസ്, അതാണ് പത്മരാജൻ. ഇങ്ങനെ അനേക കഥകളുണ്ട് അദ്ദേഹത്തിന് മനോഹരമായി. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കഥകളുണ്ട്, നോവലുകളുണ്ട്, പുറത്തു വരാത്ത തിരക്കഥകളുണ്ട്. ഞാൻ ഗന്ധർവനിൽ ആ പെണ്ണ് ഒരു കേന്ദ്ര കഥാപാത്രമാണ്. ആ പെണ്ണിന്റെ മനോവ്യാപാരമാണ് അതിനകത്ത് ശ്രമിച്ചിരിക്കുന്നത്. കൗമാരക്കാരിയുടെ മനസ്സിൽ അതേ സാധനമാണ് ഇതാ ഇവിടെ വരെയില് ബോൾഡായിട്ടൊരു പെണ്ണിനെയാണ് പത്മരാജൻ കൊണ്ടുവരുന്നത്. അവസാനം അവന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ട് ഇറങ്ങി പോവാൻ കഴിയുന്ന, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് പറയുന്ന ഒരു പൈലിയുടെ മകൾക്ക് ഔദാര്യം വേണ്ടെന്നാണ് പറയുന്നത്. അവിടെ അത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോൾഡ്നെസ് ഇല്ലേ അന്നത്തെ ക്യാരക്ടേഴ്സ് അത് കാണിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അന്ന് അത് അത്തരത്തിൽ ചിന്തിച്ചിരുന്നില്ല. ഇവള് പിഴപ്പിച്ച് കളയാം, പിഴപ്പിച്ച് പിഴപ്പിക്കുന്നതോടുകൂടി ഇവ നശിച്ചു പോകുന്നായിരുന്നു. അതെ, അങ്ങനെയായിരുന്നു അതുവരെയുള്ള സിനിമകൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊന്നും ഒരു കാര്യമല്ല, ശരീരമല്ല ജീവിതം എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. ആർക്ക് വേണം നിന്റെ ഔദാര്യം? അതോടുകൂടി വിജയിയായി നിന്ന നായകൻ വിശ്വനാഥൻ തോറ്റുപോവുകയാണ്. പൈലിയുടെ മകൾക്ക് നിന്റെ ഔദാര്യം വേണ്ട എന്നാണ് പറയുന്നത്. അതായത് ഒരുപക്ഷെ തൂവാനത്തുമ്പികളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന പെണ്ണിന്റെ ബോൾഡ്നെസ്, ഇല്ലെങ്കിൽ പെണ്ണിന്റെ തീരുമാനം എടുക്കാനുള്ള മിടുക്ക്, പ്രോഗ്രസീവ്നെസ്, ഇതിന്റെയൊക്കെ മുൻപേ തന്നെ അമ്മിണിയിലൂടെ ശരിക്കും പത്മരാജൻ അതിനപ്പുറത്തേക്കുള്ളൊരു ബോൾഡ്നെസ് കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും. മറ്റേ ഇതുണ്ടല്ലോ മാധവി, നവംബറിന്റെ നഷ്ടം, അതല്ലേ പിന്നീട് അടുത്ത കാലത്ത് വന്ന ചില സിനിമകൾ. അത് തന്നെയാണ്, ഞാൻ സിനിമയൊന്നും പറയുന്നില്ല, അത് തന്നെയാണ്, ആ കഥ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു കഥാപശ്ചാത്തലം തന്നെയാണ് പിന്നീട് ആ മറ്റ് ഈ വലിയ വിജയിച്ച പിൽക്കാലത്ത് വന്ന സിനിമകളായത്. കൊന്നുകളയുകയാണ്. അതെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചത്തുപോകണം പെണ്ണ്. അതെ,
അതേ ഉള്ളൂ വഴി. അപ്പോൾ അവിടെ കാമുകനായി ചതിച്ചു വീണ്ടും ചതിക്കുന്നവനെ പെണ്ണില്ലാതാക്കി കളയുകയാണ്. അപ്പം അത്ര ബോൾഡ്നെസ് ഉള്ള പെൺകഥാപാത്രങ്ങൾ. ഇവിടെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലും ഇതേ ഒരു സാഹചര്യമുണ്ട്. വില്ലനാൽ പീഡിപ്പിക്കപ്പെടുകയാണ് നായിക. നായിക പീഡിപ്പിക്കപ്പെട്ട പിന്നെ നമ്മുടെ സിനിമയിൽ ഒന്നുകിൽ നായിക ആത്മഹത്യ ചെയ്യും, ഇല്ലെങ്കിൽ ആ പീഡനത്തോടു കൂടി വില്ലനും നായികയും കൂടെ എവിടെങ്കിലും വീണ് മരിക്കുവോ, അങ്ങനെ മരണം. അല്ലാതെ നായികയ്ക്കൊരു പുനരുജ്ജീവനമില്ല. ഇല്ല ഇല്ല. പീഡിപ്പിക്കപ്പെട്ട പെണ്ണിന് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞു ഈ സിനിമ. മറ്റു നേരത്തെയും പല സിനിമകളിൽ ഇത്തരം സൂചനകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ നായികയെ കൊണ്ട് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ സ്വീകരിക്കുന്ന തരത്തിൽ ആ നായിക കഥാപാത്രത്തെ മാറ്റിയെടുക്കുന്നു എന്നുള്ളിടത്താണ് മറ്റ് പല ഈ നായിക പ്രാധാന്യം എന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ വലിയ സന്ദേശങ്ങളാണ് ഇത്തരം സിനിമകളിലൂടെ പത്മരാജൻ മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ എത്ര ബോൾഡ്നെസ് ആയിട്ടുള്ള എത്ര പെൺകഥാപാത്രങ്ങളെയാണ് പത്മരാജൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ ആ കുടുംബത്തിനകത്തുള്ള പീഡനം എന്ന് പറയുന്ന കഥ സിനിമയ്ക്കുള്ളിൽ പറയാൻ ഒരിക്കലും ആരും തയ്യാറായിരുന്നില്ല. അതെ അതെ അതെ. അവിടെയാണ് പത്മരാജൻ അത്രയും നന്നായിട്ട്, എന്നാൽ അന്നത്തെ പ്രേക്ഷകർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞതും. അതിനൊരു ക്രാഫ്റ്റ് വേണം. അതെ, അതുകൊണ്ടൊക്കെയാണല്ലോ അത് വലിയ വിജയമായി മാറിയത് സിനിമകൾ. അപ്പം അങ്ങനെ ഒരുപാട് മുനകളും ഒരുപാട് തലങ്ങളുമുള്ള സിനിമകളാണ് പത്മരാജൻ്റെ സിനിമകൾ.